നമസ്കാരം. ഞാൻ സാജൻ, ചക്കരയമ്മ സാജൻ. ഇന്ന് നല്ലൊരു ദിവസം, വിഷു. എല്ലാവർക്കും, എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും വിഷു ആശംസകൾ. ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, വോട്ടെണ്ണൽ, അതിനുവേണ്ടി കാത്തിരിപ്പ്. ഇതിനു മുമ്പൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിമർശനങ്ങളും ചളിവാരി എറിയലും എന്തൊക്കെയോ പറയാനുള്ളത് പറയും എന്നൊക്കെ പറഞ്ഞ ഭീഷണിയൊക്കെ ഉണ്ട്. ഇത് പറയുമ്പോൾ എനിക്ക് പണ്ടൊരു സിനിമയുടെ പേര് ഓർമ്മ വരുന്നുണ്ട്. അതൊരു തെലുങ്കിൽ സൂപ്പർ ഹിറ്റായ പടമാണ്, വിടാകണ്ഠൻ കൊടാകണ്ഠൻ. മനസ്സിലായോ? അത് മലയാളത്തിൽ പിന്നെ എടുത്തു അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്ന പേരിൽ പ്രേംനസീർ സാറും അടൂർ ഫാസി ചേട്ടനൊക്കെയാണ് അഭിനയിച്ചത്. അതായത് അരക്കള്ളൻ മോഷ്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉപരിയായിട്ട് മുക്കാക്കള്ളൻ ചെയ്യും. അതാണ് എൻ്റെ പ്രത്യേകത. ഭയങ്കരമായിട്ട് ഓടിയ പടമാണ്. അപ്പോൾ അത് നല്ല വിജയമായിരുന്നു. ആ ഇടയ്ക്ക് പേരുണ്ടായിരുന്നു, നസീർ സാറിനേക്കാളും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കൊണ്ടാണ് അടൂർ ഫാസി അഭിനയിക്കുന്നത്, ഇല്ലെങ്കിൽ അഭിനയിക്കില്ല എന്നൊക്കെ. ഇതാരാ? നസീർ സാറ് പറയുമോ അടൂർ ഫാസിക്ക് ഇത്ര കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര തരണം എന്ന് പറയുമോ? നസീർ സാറ് പറയുമോ? അല്ലെങ്കിൽ ഫാസി സാറ് പറയുമോ? ജനങ്ങൾ പറയുകയാണ് അങ്ങനെ അങ്ങ് നസീർ സാറിനേക്കാളും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കൊണ്ട് അരക്കള്ള മുക്കാക്കള്ളലിൽ അടൂർ ഫാസി അഭിനയിച്ചു, ഇല്ലെങ്കിൽ അഭിനയിക്കില്ല എന്നൊക്കെ. ഈയിടെ തന്നെ രാജാവിൻ്റെ മകനിലെ ഒരു ഇൻ്റർവ്യൂവിൽ അംബികയുടെ ആൾ ചോദിച്ചു. അംബിക അത് പ്രശസ്തി തമിഴിൽ നിൽക്കുകയായിരുന്നു, മറ്റു ഭാഷകളിലും. അംബികയോട് ചോദിച്ചു, അന്ന് രാജാവിൻ്റെ മകനിൽ മോഹൻലാലിനേക്കാളും പ്രതിഫലം വാങ്ങിക്കൊണ്ടാണോ അംബിക അഭിനയിച്ചെന്ന് പറയുമ്പോൾ അംബിക സമ്മതിക്കണം, അതെ. അംബിക അറിയോ മോഹൻലാൽ എത്രയാണ് വാങ്ങുന്നുള്ളത്? മോഹൻലാൽ ഫ്രീ ആയിട്ടാണ് അഭിനയിച്ചുള്ളത് അറിയാമോ? ഇതൊക്കെ വെറുതെ. പക്ഷേ അംബിക അങ്ങനെ സമ്മതിക്കരുതായിരുന്നു. പക്ഷേ അംബിക പറയുന്നു ആന്ന്. ഇപ്പം അംബിക ചോദിക്കുമോ മോഹൻലാലിന് എത്രയാണ് കൊടുക്കുന്നത്? ഇത്രയാണ്, അതിനേക്കാളും കൂടുതൽ തന്നാൽ അംബിക അങ്ങനെ പറയുമോ? പറയില്ല. ജനങ്ങൾ പറയുന്നതായിരിക്കാം. പക്ഷേ അംബിക ഇൻ്റർവ്യൂവിൽ സമ്മതിച്ചു, അതെന്താ എനിക്കറിയില്ല. അപ്പോൾ മോഹൻലാൽ പറയുമോ അത് നിങ്ങളെക്കാളും കൂടുതൽ പ്രതിഫലം ഉണ്ടെങ്കിലേ അംബിക അഭിനയിക്കുള്ളൂ എന്ന് പറയുമോ? ഇല്ല. മോഹൻലാൽ കേട്ടു, ചിരിച്ചു കളഞ്ഞു. അതുപോലെ നസീർ സാറ് കേട്ടു, ചിരിച്ചു കളഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, ഈ പണ്ട് ഈ വിടാകണ്ഠൻ കൊടാകണ്ഠൻ എന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ച് ഫ്രൈസ് ഉണ്ട്. മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ്, എന്താ നനഞ്ഞിറങ്ങിയ കുളിച്ചു കയറണം, പിന്നെന്താ ഡാഷിനെ ചുവന്ന ഡാഷൻ നാറും. ഡാഷ് എന്ന വാക്കിപ്പം തെലങ്കാന മുഖ്യമന്ത്രി വന്നിട്ട് പോമോനെ ദിനേശ എന്ന് പറയുന്ന പോമോനെ വിജയ എന്ന് നമ്മുടെ മുഖ്യമന്ത്രി സംസാരിച്ചപ്പം അദ്ദേഹം തിരിച്ച് ഡാഷ് മോനെ എന്ന് പറഞ്ഞു. അപ്പം അത് പാർട്ടിക്കാർ പറയുന്നത് അദ്ദേഹം പറഞ്ഞ് ചീത്തപ്പേരല്ല, പൊന്നുമോനെ എന്നുള്ളതാണ് ആ ഡാഷ് മോനേൻ്റെ അർത്ഥം. നമുക്ക് ചിരിക്കാം അല്ലേ, എന്താണ് ഉദ്ദേശിച്ചുള്ളത് അവർക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അതുപോലെ കുറേ ഫ്രൈസ് ഉണ്ട് ഇപ്പം. കോമാടി, പിന്നെന്താ പണ്ട് ബഫൂൺ, പിന്നെ എന്താ പറയുമല്ലോ പണ്ട് കൂത്താടികളെന്ന് പറയുമായിരുന്നു. നാടകങ്ങളിലും കൂത്തിലൊക്കെ തമാശ പറയുന്ന കൂത്താടികൾ എന്ന് പറയുമായിരുന്നു. കോമാളികൾ, കൂത്താടികൾ, പിന്നെ ബഫൂണ്, പിന്നെ ഞഞ്ഞാവിഞ്ഞ, ഇതൊക്കെ കുറച്ച് വാക്കുകളുണ്ടല്ലോ. മുമ്പിൽ കുറച്ച് വേറൊരു പേരുണ്ടായിരുന്നു, നമ്മൾ നിഘണ്ടില്ലാത്ത വാക്കുകൾ. ചെത്ത് പയ്യൻ, അവൾ ചെത്തി പോകുന്നു, ബൈക്കിലൊക്കെ ചെത്തി പോകുമല്ലോ, വീണവൻ്റെ ഊപ്പാട് വരും. പിന്നെ ഇപ്പോൾ ഉള്ള വാക്കാണ് അടിപൊളി. ഇതൊക്കെ മലയാളത്തിൽ ഈയിടെ ഓരോ സമയാസമയങ്ങളിൽ ഉണ്ടാകുന്ന വാക്കുകളാണ്. നിഘണ്ടുവിലോ മലയാള വ്യാകരണങ്ങളിലോ ഒന്നുമില്ലാത്ത വാക്കുകൾ നമ്മൾ സമയോചിതം പോലെ പ്രയോഗിക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന അമരത്തിലെ ഒരു സംഭവമാണ്. അമരത്തിൽ മുരളിയും മമ്മൂട്ടിയും സ്നേഹിതന്മാരാണല്ലോ, രണ്ടൊരു മീൻപിടുത്തക്കാർ. അങ്ങനെ മുരളിയുടെ മകൻ അശോകൻ ഒരു ഉഷാറില്ലാത്ത പയ്യനെ പോലെയാണ് തോന്നുന്നത്. പിന്നെ നല്ല പഠിക്കാൻ പിടിക്കുകയാണ്. മമ്മൂട്ടിയുടെ മോള് മാധു, അവർ തമ്മിൽ പ്രണയമാണ്. അപ്പോൾ മുരളി പറയും, എന്നാൽ അവരുടെ കല്യാണം കൊണ്ട് നടത്തി കൊടുക്കാടാ എന്ന് പറയുമ്പോഴത്തേക്കും കളത്തിയിരുന്ന ഭാഷയാണ്. മമ്മൂട്ടി നിൻ്റെ മോനാ? ആ മണഗുണാഞ്ചൻ ചെറുക്കനാ, മണഗുണാഞ്ചൻ. ഇത് ലോഹിദാസിൻ്റെ വാക്കാണ്. ആൾക്കാർ ചിരിച്ചു. അങ്ങനെ ചില വാക്കുകൾ ചില ആൾക്കാർ ഉപയോഗിക്കും. അത് സ്ഥാനത്തും അസ്ഥാനത്തും ചിലർക്ക് കൊള്ളേണ്ടത് കൊള്ളും, കൊള്ളണ്ടാത്ത സ്ഥലത്ത് നാക്ക കൊടുക്കും, അവിടെ കൊള്ളാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ നമ്മളൊരു പ്രവൃത്തികൾ ചെയ്യുമ്പോൾ കൂട്ടുകൂടി ചില ബിസിനസ് ചെയ്യും. അത് പൊളിഞ്ഞാൽ ഒരാൾ തിരിച്ച് മറ്റൊരാളെ കുറ്റം പറയും. ചില ആൾ പറയും നമ്മളെ വിധിയാണെന്ന് പറയും. ചില ആൾക്കാർ പല സംഭവങ്ങൾ നടത്തുമ്പോൾ പരസ്പരം കുറ്റങ്ങളൊക്കെ പഴിയാറിക്കൊണ്ട് അവൻ അത് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആയിപ്പോയതൊക്കെ പറയും. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ വരുന്നത്. നമ്മുടെ ഇലക്ഷൻ പ്രമാണിച്ചിപ്പം നമ്മുടെ പഴയ മന്ത്രി ഉണ്ടല്ലോ ജി സുധാകരൻ, ഇപ്പോഴത്തെ കാൻഡിഡേറ്റ്, അദ്ദേഹം പൊതുമരാമത്തേക്ക് നല്ല കർക്കശനക്കായ മന്ത്രിയാണ്. അഴിമതി തൊട്ടിണ്ടാത്ത ഒരു മന്ത്രി എന്നാണ് നമുക്കറിയാവുന്നത്, ഇപ്പോഴും അറിയാവുന്നത്. അതുപോലെ പണ്ട് നല്ലൊരു പേരുള്ളതാണ് പാലോളി മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞൊരു സഖാവ്. അദ്ദേഹം വയസ്സായി. അദ്ദേഹത്തിന് പണ്ടെന്തോ മുഖ്യമന്ത്രി പദം വെച്ച് നീട്ടിയപ്പോൾ അദ്ദേഹം പറയില്ല, ഞാൻ പ്രാപ്തരല്ല, എനിക്ക് പ്രായമായി എന്ന് പറയുന്ന സൽഗുണ സമ്പന്നനായ പാർലമെൻ്ററി മോഹമില്ലാത്ത ഒരുപാട് ഭരണകർത്താക്കൾ നമുക്കുണ്ട്.
അങ്ങനെ ഒരാൾ നമ്മൾക്ക് ഈ അടുത്ത കാലത്ത് നമുക്ക് പറയാവുന്ന ഒരാളാണ് ജി സുധാകരൻ. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ് നമ്മുടെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഞങ്ങളുടെ സാംസ്കാരിക വകുപ്പ് എടുത്ത് പറയാൻ കാരണം ഞങ്ങളുടെ വകുപ്പെല്ലാം അദ്ദേഹമാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ ഇപ്പോഴത്തെ ഇലക്ഷൻ കഴിഞ്ഞാലും ഏത് ഭരണം വന്നാലും ഒരു സാംസ്കാരിക മന്ത്രി വരുമ്പോൾ ഞങ്ങൾക്ക് സിനിമാക്കാർക്കും നാടകക്കാർക്കും കലാകാരന്മാർക്കും എല്ലാം ഗുണം ചെയ്യുന്ന ഒരു മന്ത്രി വരണേ എന്നാണ് നമുക്ക് പ്രാർത്ഥന. സാംസ്കാരിക വകുപ്പിനെക്കുറിച്ച് ശരിക്കും അറിയാവുന്ന ആൾക്കാർ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സമയാസമയങ്ങളിൽ വേണ്ട ചെയ്യും. അങ്ങനെയുള്ളവരും മന്ത്രിമാർ ചെയ്യേണ്ടത് നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കും നല്ലത് ചെയ്യണം എന്നുള്ള ഓർമ്മയോടുകൂടി ചെയ്താൽ, സൽപ്രവർത്തി ചെയ്താൽ നമുക്ക് സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്ന ആൾക്കാർ നല്ല ചെയ്താൽ പിൽക്കാലത്ത് ജനങ്ങൾ അവരെ നല്ലതോടെ സ്മരിക്കും. അതുപോലെയാണ് ഞാനിപ്പോൾ പാലോടി സാറിനെ പറഞ്ഞതും സുധാകരൻ മാഷ പറഞ്ഞതും എല്ലാം. ഇപ്പോൾ കാർക്കശ്യക്കാരനാണ് നമ്മുടെ പിണറായി വിജയനെക്കുറിച്ചെന്ന് പറയും. ആണ് ഈ മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന ആൾ ആരായാലും അല്പ കാർക്കശ്യം വേണ്ടേ? അതിന് ലീഡർ കരുണാകരനായാലും ശരി, പിണറായി വിജയനായാലും ശരി, ഇനി വരാൻ പോകുന്ന മുഖ്യമന്ത്രിമാരായാലും ശരി, സബോർഡിനേറ്റ്സിനൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് കാർക്കശ്യമൊക്കെ വേണം. അത് കുറ്റമായിട്ട് കാണുന്നത് നല്ലതല്ല എന്നുള്ളതാണ് എനിക്കറിയാം. ഇപ്പോൾ സിനിമയിൽ ഡയറക്ടർ എപ്പോഴും ഒരു മണഗുണാഞ്ചിക്കാരനായി കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ അനുസരിക്കുമോ? അനുസരിപ്പിക്കുക വെച്ചാൽ ജോലിക്ക് നിർത്തിക്കുന്ന ആളല്ല. കുറച്ച് കാർക്കശ്യവും കുറച്ച് ധാർഷ്ട്യവും കുറച്ച് കമാൻഡിങ് പവറും ഒക്കെ ഉള്ള ആളായിരിക്കണം ഏത് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത്. ഒരു കോളേജ് പ്രിൻസിപ്പലാണെങ്കിൽ കാർക്കശ്യം വേണം, ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് കാർക്കശ്യം വേണം, അല്ലെങ്കിൽ പിള്ളേർ തലയിൽ കയറി നിറങ്ങില്ലേ. അതുപോലെ ഏതൊരു പ്രസ്ഥാനത്തിലായാലും ശരി, അതായത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരായാലും ശരി, മന്ത്രിമാർ സ്ട്രോങ് ആണെങ്കിൽപ്പോഴത്തേക്ക് ഈ സുധാകരൻ സാറിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ഉദ്യോഗസ്ഥർക്ക് ഭയമായിരുന്നു അദ്ദേഹത്തെ, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിന് വിഷമമുണ്ടായത്, അദ്ദേഹം 65 മറ്റോ, പുള്ളിക്കാരന് 15 വയസ്സോ മറ്റോ ഉള്ളപ്പോഴത്തേക്ക് ഈ പ്രസ്ഥാനത്ത് വന്നതാണ്. അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റാണ്, അന്നേ ഉള്ള ആളാണ്. ആ ആളിന് പുള്ളിക്കാരൻ ഇപ്പോഴത്തെ സെക്രട്ടറി ഒന്നുമല്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ മനസ്സിന് വിഷമം തോന്നി എന്നാണ് ഞാൻ അറിയുന്നത്. അദ്ദേഹം പറയുമായിരുന്നു പിണറായി വിജയനാണ് എന്നെ ആക്കിയെന്നൊക്കെ. അതൊന്നുമല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഞാൻ വായിച്ചതാണ്. കാരണം തലശ്ശേരി ഭാഗത്ത് നേതാവായിരുന്നു അന്ന് പിണറായി വിജയൻ. ഇദ്ദേഹം തിരുവിതാംകൂർ ഭാഗത്ത് അദ്ദേഹത്തിന് അറിയത്തോലുമില്ല. ശരിയാണത്. ഞാനൊക്കെ ചെറുപ്പകാലത്ത് അറിയുന്ന അന്ന് കൊച്ചിലെ ഈ CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നൊക്കെ അവർ കേട്ടിട്ടുള്ളൂ. അന്നത്തെ നേതാക്കൾ ഞാനന്ന് അഞ്ചൽ ഹൈസ്കൂളിൽ പഠിക്കുകയാണ്. അന്ന് അവിടെ പുനലൂർ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ CM സ്റ്റീഫനും MN ഗോവിന്ദൻ നായരുമാണ്. MN ഗോവിന്ദൻ നായർ അവിഭക്ത കമ്മ്യൂണിസ്റ്റും, CM സ്റ്റീഫൻ കോൺഗ്രസ് പാർട്ടിയും. ഈ രണ്ട് നേതാക്കളുടെയും പ്രസംഗം കേൾക്കാൻ രസമാണ്. കാരണം പരസ്പരം അവർ ചെളിവാരി അറിയില്ല. ജനങ്ങൾക്ക് ഉന്നമനത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്നുള്ള നല്ല പ്രസംഗമാണ് അവർ കാഴ്ചവെക്കുന്നത്. ഒരിക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയില്ല. അവർ രാഷ്ട്രീയ വീക്ഷണങ്ങൾ പറയുക, ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക, നല്ലത് പറയണം, ജനങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാവണം, അതിനുവേണ്ടി ചെയ്യണം, അതിനുവേണ്ടി എനിക്ക് വോട്ട് ചെയ്യണം, എനിക്കെന്നല്ല എൻ്റെ പാർട്ടിക്ക് എന്നൊക്കെ അവർ പറയുന്നത്. അതാണ് ശരിക്കും രാഷ്ട്രീയക്കാരുടെ അന്നത്തെ രീതി. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം കണ്ടില്ലേ, ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പണം കൊടുത്തുകൊണ്ട് വോട്ട് വാങ്ങിക്കുന്നതും അത് വീഡിയോ പകർത്തിയ ആ പയ്യനെന്തോ കണ്ണക്കുറ്റിയെ കൊണ്ട് അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞതും, പിന്നെ അവരുടെ തന്നെ പാർട്ടിയിലുള്ള ആലപ്പുഴയുടെ ഒരു വനിതാ നേതാവിനെ കണ്ണക്കുറ്റി അടിച്ചു പൊളിക്കും എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. അതൊക്കെ വേണോ? അതൊക്കെ അവരുടെ ഇഷ്ടം. നമുക്കതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. എങ്കിലും അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഈ നേതാക്കൾക്കുള്ള ഒരു നമ്മൾക്ക് നല്ലൊരു ഇമേജ് ഇല്ലേ, അത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് അവരുടെ രീതി അതായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ മാതിരി ചെളിവാരി അറിയുന്നത് ഒരിക്കലും ആർക്കും നല്ലതല്ല എന്നുകൂടെ എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ നമ്മുടെ സജി ചെറിയാൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കൂടൊപ്പം അദ്ദേഹത്തിന് നേതാവായിട്ട് വർക്ക് ചെയ്ത ആളാണ് ഈ സുധാകരൻ. പാലപ്പുഴത്തെ മത്സരിച്ചാണ്. ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നമുക്കറിയില്ല. പണ്ട് ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോഴുള്ള കാലങ്ങളെല്ലാം എന്താണെന്നുള്ളത് സുധാകരൻ മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാൽ കടലിച്ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വരും, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കേണ്ട എന്നൊക്കെ ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുകയാണ്. അത് പറയണ്ട എന്നുള്ളതായിരുന്നു എനിക്ക്. പക്ഷേ സുധാകരൻ മാസ്റ്റർ പറഞ്ഞു വെച്ചാൽ അദ്ദേഹത്തിനെക്കുറിച്ച് ഇങ്ങനെ ചെറിയാൻ സഖാവ് മന്ത്രി പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പുള്ളി പറഞ്ഞു എന്നാണ് നമ്മൾ ധരിക്കേണ്ടത്. എങ്കിലും അത് വിട്ടുകളാം. കാരണം KC വേണുഗോപാൽ വെള്ളത്തിൽ ചാടി ചാവാതിരിക്കുകയോ. അപ്പോൾ രാഷ്ട്രീയക്കാരെ പരസ്പരം ചെളിവാരി എറിഞ്ഞ ജനങ്ങൾക്ക് മൊത്തത്തിൽ LDFിനോടായാലും ശരി, UDFിനോടായാലും ശരി, ഭരണകക്ഷികളോടായാലും ശരി, മന്ത്രിമാരായാലും ശരി, നമുക്കൊരു മോശപ്പെട്ട ഒരു ഇമേജ് ഉണ്ടാക്കാനേ സാധിക്കുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കൊടാകണ്ഠനായാലും മല്ലനും മാധവനും ആയാലും കോമാളി ആയാലും കണ്ടില്ലേ, തോമസ് ഐസക് സാർ കോമാളി എന്ന് വിഷാരടിയാണ് വിശേഷിപ്പിച്ചത്.
വിശാരടി അത് സ്വസിദ്ധമായ ചികിലേക്ക് ഒതുക്കി. ഈ കോമാളി എന്ന് നിസ്സാര കാര്യമാണോ? സർക്കസിലൊക്കെ കോമാളി ഇല്ലെങ്കിൽ നമുക്ക് വിരസമായി തോന്നില്ലേ? സിനിമയിൽ പണ്ട് നായകന്മാർ ഷീലയും നസീറും ഒക്കെ അഭിനയിക്കുമ്പോഴും ഇടയിൽ എസ് പി പിള്ളയും ബഹദൂറും വരുമ്പോഴാണ് അന്നത്തെ ചെറുപ്പക്കാരായ ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷം. പിന്നീട് ബഹദൂറും അടൂർ ഭാസിയായി. പിന്നെ അന്നത്തെ ഒരുപാട് കോമഡി നടന്മാർ അന്നുള്ളത് കൊണ്ടാണ് നമുക്ക് എത്ര അടിയുണ്ടറാ സിനിമയിൽ, എത്ര തമാശ ഉണ്ടറാ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ചെറുപ്പത്തിൽ സിനിമ കാണാൻ പോകുന്നത്. അല്ലാതെ പ്രേമമൊന്നും കണ്ട് ആസ്വദിക്കാനുള്ള പ്രായമൊന്നും അല്ലല്ലോ. അതുപോലെ കോമാളി എന്ന് പറയുന്ന ഒരു നിസ്സാര സംഗതിയൊന്നും അല്ല. ഈ കോമാളികൾ സർക്കസിലെല്ലാം അറിയാവുന്ന ആൾക്കാരാണ് ഈ കോമാളികൾ. അതുപോലെ വിദൂഷകന്മാരെന്ന് പറയും, നാടകത്തിലൊക്കെ പറയില്ലേ, രാജാപ്പാട്ടൊക്കെ വിദൂഷകന്മാർ, കോമാളികൾ, സൂത്രധാരൻ എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ നല്ല വാക്കുകളാണ്. പിന്നീട് ഒരിക്കൽ ഒരു APമാരെന്ന് പറയും, നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പറയുന്നത് APമാരെന്ന്. പിന്നെ കോടതി ജഡ്ജിയെ പരാമർശിക്കുന്ന വാക്കൊക്കെ അദ്ദേഹം ഉപയോഗിച്ച ആ വാക്കെന്താണെന്ന് എനിക്കറിയില്ല, ജയിലിൽ കിടക്കേണ്ടി വന്നു. അതൊക്കെ വാക്കുകളൊക്കെ ഈ രാഷ്ട്രീയക്കാർ സൂക്ഷിച്ചും കണ്ടും സംസാരിച്ചാൽ കേൾക്കുന്ന നമുക്ക് നല്ലത്. അവരുടെ ഇമേജ് വർദ്ധിക്കുകയുള്ളൂ നല്ല വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ. അതിന് ഞാൻ നമ്മുടെ ഇപ്പോൾ പാലക്കാട് മത്സരിച്ച പിഷാരടിക്ക് ഏതൊരു ഹ്യൂമർ കണ്ടെത്തുന്നതാണ്. പുള്ളി എടുത്ത് ഇത് പറഞ്ഞപ്പോൾ പുള്ളി അത് വിട്ടുകളെ പറഞ്ഞു. കാരണം അദ്ദേഹം വർഷങ്ങളോളം പുള്ളി കോൺഗ്രസ്സുകാരനാണെന്ന് എനിക്കറിയാം. കാരണം അമൃത ചാനലിൽ ഞാനും നമ്മുടെ വിനോദ് കോവൂരൊക്കെ പങ്കെടുക്കുന്ന ഒരു 1-2 പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മുടെ രാജൻ ജോസഫ് ഉപഹാരത്തിൻ്റെ പ്രൊഡ്യൂസറൊക്കെ ഉണ്ടായിരുന്ന 2 എപ്പിസോഡ്. അദ്ദേഹം ഓരോ എപ്പിസോഡ് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങളെക്കുറിച്ച് നല്ലപോലെ സ്റ്റഡി ആയിട്ടാണ് പുള്ളി ചോദിക്കുന്നത്. ഉപഹാരത്തെക്കുറിച്ച് രാജൻ ജോസഫിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കും, ജോസ് പ്രകാശ് സാറിൻ്റെ മകനല്ലേ, എത്രാമത്തെ മകനാണ്, ജോസ് പ്രകാശ് സാർ എങ്ങനെ സിനിമയിൽ വന്നു, ഇതൊക്കെ തലേന്ന് പുള്ളി പഠിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ എന്നോട് സാജൻ ചക്കരയുമ്മ എന്ന് സാജൻ ചേട്ടൻ്റെ പേര് വരാൻ കാരണം എന്താണ്? ചേട്ടൻ അങ്ങനെയൊക്കെ പുള്ളി നമ്മളെക്കുറിച്ച് അവഗാഹമായിട്ട് പഠിച്ചിട്ടാണ് ഓരോ എപ്പിസോഡും പുള്ളി ഹോംവർക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പുള്ളി ഇന്നലെ വന്നതല്ല, അന്ന് തന്നെ പുള്ളി പറയുമല്ലോ, ഞാൻ ധർമ്മജന് വേണ്ടി വർക്ക് ചെയ്യാൻ പോയിരുന്നു കോൺഗ്രസ് പാർട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ രാഷ്ട്രീയക്കാർ പിന്നെ ഞാൻ പണ്ടേ കളഞ്ഞ കോൺഗ്രസ്സുകാരനല്ലേ, എനിക്ക് കോൺഗ്രസ്സിനല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനേ പറ്റില്ല. പിന്നെ എൻ്റെ ഉപജീവന മാർഗം ഈ നർമ്മം സിനിമ, അതിൽ പുള്ളി അത് നല്ല കൈകാര്യം ചെയ്യുന്ന ആളാണ്. ആരെയും ഉപദ്രവിക്കാതെ നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്ത് ഞങ്ങളോടൊക്കെ നല്ല പെരുമാറ്റം രീതി ഒക്കെ ചെയ്ത ആ പിഷാരടി അവിടെ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒരു ചാനലിലൊക്കെ ഇരുന്ന് വിജയിച്ച് കൊട്ടാരിക്കാൻ മത്സരിക്കുന്ന പയ്യൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രോഗ്രാമിൽ പുള്ളിക്കാരൻ എന്തൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞാൽ അത് വിട്. കാരണം പുള്ളി വേണ്ട. അത് കാരണം അയാളെക്കുറിച്ച് പറയേണ്ട മറുപടി അല്ല. എന്നാൽ ഐസക് സാറ് കോമാളി എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് അദ്ദേഹം വലിയ നേതാവാണ്, അദ്ദേഹത്തിന് പറയാം എന്ന രീതിയിലാണ് പുള്ളി അത് കൈകാര്യം ചെയ്തത്. പിന്നെ ഒരു രാഷ്ട്രീയം കൊണ്ട് സംസ്കാരം ഉണ്ടാവില്ല എന്നൊരു വാക്കുകൂടെ പുള്ളി പറഞ്ഞു. അത് പറയണം. കാരണം പിന്നെ ഒരു ഐസക് സാർ പിന്നെ സോറി പറഞ്ഞു കേട്ടോ, അത് അദ്ദേഹത്തിൻ്റെ മഹത്വം. ഏതായാലും ശരി, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വിടാകണ്ഠനായാലും കൊടാകണ്ഠനായാലും എന്തായാലും രാഷ്ട്രീയക്കാരുടെ സ്വയം ഇമേജ് പിൽക്കാലത്ത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കാലത്ത് ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ പിൽക്കാലത്ത് വിളിച്ചു പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് മോശം പറയുന്നതല്ല. കാരണം കൃഷ്ണപിള്ള എന്നുള്ള കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു വലിയ നേതാവില്ലേ, അദ്ദേഹത്തിൻ്റെ സ്മാരകം പൊളിച്ചതിനെക്കുറിച്ചാണ് അദ്ദേഹം വാചാലനായിട്ട് സജി ചെറിയാൻ സാറ് സംസാരിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ജി സുധാകരൻ മാഷോട് അതിൽ പങ്കാളിയായിരുന്നോ, അത് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നതാണ്, ഞാനാണ് സ്മാരകം പൊളിക്കാൻ പോയിരുന്നതെങ്കിൽ അത് പിന്നിൽ സുധാകരൻ മാഷ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നത് അത് ഒരു ദുരൂഹതയാണ്. അത് അറിയാനുള്ള ആഗ്രഹങ്ങൾ ജനങ്ങൾക്കുണ്ടാവാം. എങ്കിലും പഴയ കാലത്ത് നല്ലതുപോലെ ഇരുന്ന കാലത്ത് ചെയ്ത പ്രവൃത്തികൾ പിൽക്കാലത്ത് എന്തെങ്കിലും രാഷ്ട്രീയം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലോ, സിനിമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലോ, പരസ്പരം ചെളിവാരിയിരുന്ന ഭൂഷണം നമുക്കാർക്കും നല്ലതല്ല എന്നുള്ളൊരു ഉപദേശം കൂടെ ഇതിലേക്ക് കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ കൂടി പറയുകയാണ്. എനിക്ക് സ്ഥിരമായ രാഷ്ട്രീയമുണ്ട് എന്ന് കരുതി അന്ധമായ വിശ്വാസത്തിലുള്ള രാഷ്ട്രീയമൊന്നുമല്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ കാലാകാലത്തിൽ 5 വർഷം കൂടുമ്പോൾ ഓരോ ഭരണം മാറി വരുന്നത്. എല്ലാവരും അടിയുറച്ച ഒരേ പാർട്ടിക്കാരാണെങ്കിൽ ഭരണം മാറി വരുമോ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ വേണം. അപ്പോൾ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, അവിടെ 4-ാം തീയതി വരും. ആരാണ് മന്ത്രി, ആരാണ് ഭരിക്കുന്നത്, LDF ആണോ UDF ആണോ, സ്വടകക്ഷികൾ ആരൊക്കെയാണെന്നൊക്കെ ഉണ്ട്. ഏതായാലും ഒരു അപേക്ഷ എനിക്കുണ്ട്. ആരായാലും ഞങ്ങളുടെ സാംസ്കാരിക വകുപ്പ് ഭരിക്കുന്ന മന്ത്രി ഞങ്ങളെ പ്രത്യേകിച്ച് ഞങ്ങളെ പരിഗണന തരണം. സിനിമ എന്നൊരു വ്യവസായം നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ വേണ്ട രീതിയിൽ സിനിമയെക്കുറിച്ച് നല്ലതുപോലെ മുന്നോട്ട് വരാനും വീണ്ടും ഒരു പുഷ്കരകാലം സിനിമയ്ക്കും ഞങ്ങൾക്ക് സിനിമാക്കാർക്കും ഉണ്ടാവാൻ നിങ്ങളുടെ പ്രവർത്തനം
നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ആര് സാംസ്കാരിക വകുപ്പ് വന്നാലും ഞങ്ങളൊന്ന് പ്രത്യേകിച്ച് ഞങ്ങളുടെ കലാകാരന്മാരെ പരിഗണിക്കണം എന്നുള്ള ഒരു അപേക്ഷയോടുകൂടി തൽക്കാലം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.